ഏറ്റവും കൂടുതൽ സർജറി ചെയ്തിട്ടുള്ളത് ആനച്ചെവിക്കുള്ളിയാണ്. ആനച്ചെവിയുടെ ഡോക്ടറിനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? സി ഈ ആനച്ചെവി എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം മുമ്പാണ് ഞാനൊരു തവണ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു ഭയങ്കര ദുൽഖർ സൽമാൻ ഫാനാണ്. അപ്പൊ ദുൽഖറിന്റെ ഒരു സിനിമ കണ്ടപ്പോഴും പഴയ ഒരു പോസ്റ്റ് സോറി ഗൂഗിളിലൊക്കെ ഉണ്ട്. പുള്ളി രാജമാണിക്യത്തിന്റെ സെറ്റില് മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ. എനിക്ക് ഓർമ്മയില്ല, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു ഫോട്ടോ കണ്ടു. അപ്പൊ ഞാൻ കരുതി ബീങ് എ മാക്സിലോഫേഷ്യൽ സർജൻ എന്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്തുകൂടാന്നുള്ളതിൽ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആനച്ചെവിയുടെ സർജറി ഞാൻ കേരളത്തിൽ തുടങ്ങിയത്. മുമ്പ് ചെയ്തിട്ടുണ്ടാവും, ആരും ചെയ്തിട്ടില്ല ഞാൻ പറയുന്നില്ല. ഞാൻ തുടങ്ങിയത് ഒരു മേ ബി ലൈക്ക് 2.5 വർഷം മുമ്പ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിന്റെ പോസ്റ്റ് സർജറിയുടെ റിസൾട്ട് ഇട്ടു. ഒരു സർജറി ചെയ്തു, 2 സർജറി ചെയ്തു. പിന്നെ അങ്ങോട്ടൊരു ഒഴുക്കായിരുന്നു. അത് ഇപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 100ന്റെ മുകളിൽ സർജറീസ് ഞാൻ ആനച്ചെവിയുടെ മാത്രം കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അയ്യോ 100ന്റെ മുകളിൽ. അത് ഞാനൊരു പബ്ലിക്കേഷൻ, എൻ്റെ ഒരു ആർട്ടിക്കിൾസ് വരുന്നുണ്ട്, പബ്ലിക്കേഷൻ വരുന്നുണ്ട്. അതിപ്പോ ഞാൻ നാഷണൽ ലെവലിൽ പല സ്ഥലത്തും ടോക്കിന് പോകുന്നതാണ്, കോൺഫറൻസസിനൊക്കെ. അപ്പൊ ഞാൻ ഈ നമ്പേഴ്സ് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഷോക്കാണ്. അതായത് ബാറ്റിയർ സർജറി എന്നാ പറയാം, ആനച്ചെവിയുടെ സർജറി. ഇത്രയും നമ്പേഴ്സ്. ബാറ്റിയർ ശരിക്കും പറഞ്ഞാൽ ആനച്ചെവി കേരളത്തിലേ പറയുള്ളൂ. ഇതിന് വവ്വാലിന്റെ ചെവിയാണ്, ബാറ്റിയർ എന്നാണ് പറയുന്നത്. ബാറ്റ് വവ്വാലിന്റെ ചെവി പോലെയാണ്, അതാണ് ബാറ്റിയർ എന്നാ ഇതിന് പറയാം. സോ ബാറ്റിയർ സർജറി എന്നാ പറയാം. ഓട്ടോപ്ലാസ്റ്റി, ഇതിന്റെ സർജിക്കൽ നെയിം ഓട്ടോപ്ലാസ്റ്റി എന്നാണ്. അപ്പം അത് വളരെ സന്തോഷമുള്ള സർജറിയാണ്. കാരണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിസൾട്ട്, പിന്നെ അവരുടെ ലൈഫ് മാറും. പിന്നെ രണ്ടാമത് എല്ലാവർക്കും ഓരോ കഥ പറയാനുണ്ട്, അതായത് അവരുടെ ഒരു കോൺഫിഡൻസിനെ ബാധിച്ച ഓരോ കഥകൾ. അപ്പൊ ഒരു ബീങ് എ സർജൻ, ഒരു സർജൻ എന്നുള്ള നിലയിൽ അവരുടെ ജീവിതത്തിലോട്ട് ഒരു ചിരി അല്ലെങ്കിൽ ഒരു സന്തോഷം കൊടുക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര വേറെ ഒരു ഫീലാണത്. സോ എനിക്ക് ഇപ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു സർജറി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആനച്ചെവിയുടെ സർജറിയാണ്.